മനാഫും അർജുൻ്റെ കുടുംബവും അവർ തമ്മിലുള്ള വാഗ്വാദങ്ങളും പരസ്പര ആരോപണങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടി 72 ദിവസം മനാഫ് അവിടെ ഉണ്ടായിരുന്നു. അന്നൊന്നും മനാഫിനെതിരെ ഇത്തരം അവിടെ 72 ദിവസം ഉണ്ടായിരുന്നു. അവിടെ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു അയാൾ. എന്താ മനാഫ് അവിടെ ഉണ്ടായിരുന്നല്ലോ, എനിക്കറിയില്ല. അയാൾ 72 ദിവസം അവിടെ ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിവില്ല. ശരി, അപ്പൊ ആ ദിവസം കുറച്ചേക്ക്. പക്ഷെ മനാഫിനെതിരെ അന്നൊന്നും വരാത്ത ആരോപണങ്ങളാണ് ഇപ്പൊ വരുന്നത്. ആ കുടുംബം അന്നും ആരോപണം വന്നിരുന്നു. കുടുംബം പറഞ്ഞിരുന്നില്ലല്ലോ. ആദ്യം പറഞ്ഞു. അവിടുത്തെ കാർവാർ SP ഞാൻ കുടുംബത്തിനോട് പറഞ്ഞിട്ടുണ്ട് അന്ന്, ഞാനതിൽ ഒരു പരാതി എന്ന തട്ടിത്തോളി കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമല്ലോ. പക്ഷെ കുടുംബം അത് അന്ന് പറയാത്തത് മുബീൻ എന്ന് പറയുന്ന മനാഫിന്റെ സഹോദരനുമായിട്ട് ഇവർക്കുണ്ടായിരുന്ന അടുപ്പം മൂലമാണ് കുടുംബം അതെന്ന് പറയാത്തത്, ഇല്ലേ? പിന്നെ പോരാത്തതിന് നമ്മൾ തന്നെ വാർത്ത ചെയ്തതല്ലേ ജോണേട്ടാ, നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ ഇക്കാര്യത്തില് അതായത് ഞാൻ ഒരു കാര്യം പറയാം. അല്ല, ഇക്കാര്യത്തിൽ ഞാൻ പറയട്ടെ, ഇക്കാര്യത്തിൽ ഞാൻ മനാഫിന്റെ ഒപ്പമാണ്. അതെന്താ കാരണം? ഒപ്പമാണോ എന്ന് ചോദിച്ചാൽ അയാളുടെ നന്മയ്ക്കൊപ്പം. ഇവിടെ ഇല്ല. എന്താ നന്മയ്ക്കൊപ്പം? എന്താണ് അയാളുടെ നന്മ? അയാൾ അതിനു വേണ്ടിട്ട് ശ്രമിച്ചില്ലേ? അയാൾ അത്രയും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞില്ലെങ്കിൽ അവിടെ ഇപ്പോഴും 2 പേര് ആ പുഴയ്ക്കകത്ത് കിടപ്പുണ്ട്. അവരെ എടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? 2 പേര് പുഴയ്ക്കകത്ത് കിടപ്പുണ്ട്. കർണാടക സ്വദേശികളല്ലേ 2 പേര്? ഈ മനാഫാണോ ഇത് പുഴയ്ക്കകത്ത് നിന്ന് അർജുനെ ലോറിയും പൊക്കിയെടുക്കാൻ ശ്രമിച്ചത്? അതേ മുബിനാണോ ശ്രമിച്ചത്? ഇതാണ് എന്റെ ചോദ്യം. നമ്മൾ കണ്ടത് ആരെയാ? അതെന്തുകൊണ്ടാണ് നമ്മളത് കണ്ടത്? മാധ്യമങ്ങൾ നമ്മളെ കാണിച്ചതുകൊണ്ട്, മനാഫും മനഃപൂർവ്വം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നതുകൊണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനല്ല, ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് സംസാരിച്ചു തുടങ്ങുന്ന ആരാണോ അല്ലെങ്കിൽ ഇടപെടുന്ന ആരാണോ അവരിലേക്ക് ഇയാളുടെ ഇടപെടൽ കാരണമാണല്ലോ രക്ഷാപ്രവർത്തനം ഇത്രയും ദിവസം വൈകിയത് എന്ന് അവിടെ ഈ ബന്ധുക്കളും പോലീസും അടക്കം പറഞ്ഞത്. അതായത് ഈ ലോറി ഗംഗാവലി പുഴയ്ക്കകത്തുണ്ട്. ഇത് അവിടെയുള്ള കാർവാറിലുള്ള സകല ജനങ്ങൾക്കും അറിയാം, അവിടെയുള്ള വന്നിരിക്കുന്ന അവിടെ മറ്റേ MLAക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ആ ലോറി അതിനകത്തുണ്ടെന്ന് പറയുമ്പോഴും ഇയാൾ പറഞ്ഞ എന്തോന്നാണ്, ഇല്ല ലോറി അതിനകത്തില്ല, ലോറി അവിടെ മൺകൂനയ്ക്കകത്ത് ലോറി വെട്ട് കിടക്കുകയാണ്. ഇയാൾ എന്നിട്ട് എന്താ പറഞ്ഞത്? ഇയാൾ പറഞ്ഞത് അർജുൻ്റെ ഫോണ് റിങ് ചെയ്തു, വണ്ടിക്കകത്ത് മറ്റേ കണ്ടെയ്നറിൽ മറ്റേ വെള്ളമുണ്ട്, അങ്ങനെ കുടിക്കാനുള്ളൊരു സെറ്റപ്പ് അർജുനുണ്ട്. അർജുൻ അങ്ങനെ ഇയാൾ പറഞ്ഞത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം വൈകിപ്പോയത് എന്നാണല്ലോ നമ്മൾ വാർത്ത കൊടുത്തത്. അവിടെയുള്ള ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അയാൾ എങ്ങനെ പറയാൻ സാധിക്കും? അന്നത്തെ അവിടെയുള്ള SP തന്നെ അത് പറയുന്ന കാര്യമാണല്ലോ. കാരണം സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം വൈകിപ്പോയി എന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, അർജുൻ ചിലപ്പോ ആ പ്രത്യക്ഷത്തിൽ മരിച്ചു കാണാം. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് അപ്പോഴേക്ക് ആഴ്ന്നു പോയി. അർജുൻ ആ സമയത്തെ മരിച്ചു, ആ സ്പോട്ടിൽ മരിച്ചു അർജുൻ. പക്ഷെ എന്നിരുന്നാലും ഒരാൾ വന്നിങ്ങനെ കാണിക്കുമ്പോൾ, ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആ രക്ഷാപ്രവർത്തനം, അതായത് ഒരുപാട് ദിവസം കഴിയുന്തോറും ഒരുപാട് കാശും ചെലവാകുകയാണ്, ഇല്ലേ? പിന്നെ പോരാത്തതിന് കഴിഞ്ഞ ദിവസം അർജുന്റെ ഫാമിലി വന്ന് പറഞ്ഞ എന്താണ്, ജിതിൻ എന്ന് പറയുന്ന അർജുന്റെ അളിയൻ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ വന്ന് പറഞ്ഞത് അവിടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് ഇവരുടെ ഫാമിലിയും ഈ ഡ്രഡ്ജർ അടക്കം എത്തിക്കണം എന്നുള്ള അത് പറഞ്ഞത്, ആ ഒരു സംഭവം പറഞ്ഞുണ്ടല്ലോ, ഡ്രഡ്ജർ അടക്കം ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞത് അധികൃതരോട് പറഞ്ഞത് ഈ ഫാമിലിയാണ്. ഇവർ നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫാമിലി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിന് മനാഫിന്റെ സഹോദരൻ മുബീനും ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം മനാഫ് എന്താണ് അവിടെ ചെയ്തത്? മനാഫ് അപ്പോൾ അവരോട് ചോദിച്ചത് ഇനി ഇത് എത്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് ഇയാൾ ചോദിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം ഫാമിലിയുടെ. പിന്നെ ജിതിൻ എന്ന് പറയുന്ന അയാൾ ഉണ്ടല്ലോ, അയാൾക്ക് ഇത് പറയാനുള്ള ഒരു കഴിവില്ല. ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അയാൾക്ക് ഇതൊരു മാധ്യമത്തിന്റെ മുമ്പിൽ വന്നിരുന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നടത്തിയ കാര്യങ്ങൾ ഇത്രയാണ്. പക്ഷെ മനാഫിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നല്ല കഴിവുണ്ട്. കാര്യങ്ങൾ പറയാനും പിടിച്ചു നിൽക്കാനും സംസാരിക്കാനും നല്ല കഴിവുണ്ട്. പോരാത്തതിന് ഇപ്പോൾ സുഡാപ്പികളുടെ ഗംഭീര സപ്പോർട്ടും അയാൾക്കുണ്ട് എന്നുള്ളതാണ്. അയാൾക്ക് ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അയാൾ കൃത്യമായിട്ട് സുഡാപ്പികളുടെ സപ്പോർട്ടൊന്നല്ല, അത്യാവശ്യം എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. അല്ലല്ലല്ല, അത് തോന്നുന്നത് മാത്രമാണ്. അത്യാവശ്യം എല്ലാവരുടെ സപ്പോർട്ടും ഇല്ല, സുഡാപ്പികളുടെ നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ എന്തിനാ അയാൾ സോറി പറഞ്ഞത്? അയാൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. കാരണം എന്താ? ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അത് കണ്ടായിരുന്നോ? ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ അതിനകത്ത് പറയുന്നത് ഇയാള് അർജുന്റെ പേരിൽ വലിയൊരു ഫണ്ട് പിരിക്കാനുള്ള ശ്രമം നടത്തി എന്നാണ് കേരള പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പിന്നെ അയാള് ഞാൻ ശ്രമിച്ചു എന്ന് പറയും. അയാൾ പറയുന്നത് എന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം, അയാളുടെ അക്കൗണ്ട് പരിശോധിക്കാം. എനിക്ക് വേണ്ടത്, എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നുന്നത് ഇയാൾക്ക് വേണ്ടത് ഫെയിമാണ്. ഇയാൾക്ക് പൈസ കാണാം, ഇത് കാണാം. അപ്പൊ കഴിഞ്ഞ ദിവസം സുഡാപ്പികൾ പറയുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇഷ്ടം പോലെ കാശുണ്ട്, എന്തിനാ പിന്നെ പുള്ളിക്കാരൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന രീതിയിലാണ് പറയുന്നത്. അത് പിന്നെ ഒരാളോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ എന്താ പറയുക, ഇത് ഫണ്ട് പിരിക്കാൻ അല്ല എന്നല്ലേ പറയും. പക്ഷെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, കേരള പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇയാൾക്കുണ്ട്. പോരാത്തതിന് ഇന്ന്
ഇയാൾക്കെതിരെ ഇയാൾ പറഞ്ഞ എന്തോരം കള്ളത്തരങ്ങൾ ഇയാൾ പറഞ്ഞു. 75,000 രൂപ അർജുന്റെ ഫാമിലിക്ക് 75,000 രൂപ ഇയാൾ ശമ്പളം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ അവസാനം പറഞ്ഞ എന്താ അറിയോ, അത് ഇൻഷുറൻസ് കിട്ടുമ്പോൾ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന്. അതെങ്ങനെ ഇൻഷുറൻസ് കിട്ടുമ്പോൾ ഉപകാരപ്പെടും അർജുന്റെ ഫാമിലിക്ക്? 75,000 ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടുമോ? അതാണ് എൻ്റെ ചോദ്യം. ഇതൊക്കെ അവരുടെ ഫാമിലിയെ വല്ലാതെ മോശമായിട്ടുള്ള രീതി ബാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. അർജുന്റെ കുഞ്ഞിനെ ഞാൻ നോക്കാം എന്ന് ഇയാൾ പറഞ്ഞൊരു സംഭവമുണ്ട്. അർജുന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ 4ാമത്തെ കുട്ടിയായി ഞാൻ അർജുന്റെ കുഞ്ഞിനെ നോക്കും എന്നൊക്കെ ഇയാൾ വൈകാരികമായിട്ട് പറയാം. ചിലപ്പം വികാരം തള്ളിച്ചേ പറഞ്ഞായിരിക്കാം, ചിലപ്പോൾ ഷോ ഓഫിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കാം. പക്ഷെ അത് ഞാൻ പറയട്ടെ, ഈ അർജുന്റെ ഫാമിലി ഇയാളെ വിളിച്ചിട്ടുണ്ട്, ചേട്ടാ സംഭവം മൃതദേഹം കിട്ടിക്കഴിഞ്ഞ ശേഷവും അത് സംസ്കരിച്ചു, ഇനി ചേട്ടൻ ദയവേദി ഇതൊന്ന് നിർത്തണം എന്ന് പറയാനായിട്ട് പുള്ളിയെ വിളിച്ചിട്ട് ഇയാൾ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചു. അപ്പോഴാണല്ലോ ഇവർ വാർത്താ സമ്മേളനം നടത്താനായിട്ട് വരുന്നത്, മനാഫിന് വാർത്താ സമ്മേളനം. പിന്നെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇയാളെ ബൂസ്റ്റ് ചെയ്ത് മുകളിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇയാൾ താഴോട്ട് ഇറങ്ങി വരത്തില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, മതപണ്ഡിതന്മാര് പോലും ഇയാൾക്ക് അനുകൂലമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞ, രേവന്ത് ബാബുവിനെ അറിയാമോ? രേവന്ത് ബാബു ഒരു സമയത്ത് ആരായിരുന്നു? രേവന്ത് ബാബു ഒരു സമയത്ത് ദൈവമല്ലായിരുന്നു. അവരുടെ ആലുവയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് കർമ്മം ചെയ്യാനായിട്ട് ബ്രാഹ്മണന്മാർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ രേവന്ത് ബാബു ഞാൻ കർമ്മം ചെയ്യാന്ന് പറഞ്ഞ് മുന്നിലേക്ക് എത്തുകയും രേവന്ത് ബാബു അവരുടെ ദൈവമായി അവരോധിക്കപ്പെടുകയും ചെയ്തു. ആ രേവന്ത് ബാബുവാണ് ഇന്ന് ഇയാളുടെ കൂടെ നിൽക്കുന്നത്. ഇയാളുടെ യൂട്യൂബ് ചാനലുണ്ടല്ലോ, പുതിയൊരു യൂട്യൂബ് ചാനൽ. ചേട്ടാ എനിക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ മനാഫിന് മാത്രം ഇവിടെ എന്താ പ്രത്യേകത? എനിക്ക് അറിയാൻ പാടില്ലോന്ന് ചോദിക്കുക. ഈ വിസ്മയുടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, വിസ്മയ സ്വന്തം സഹോദരി, മറ്റേ MVD ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, അവന്റെ പേരെന്തോ മറന്നുപോയി. അവൻ വിസ്മയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോ ഇവൻ, അതായത് വിസ്മയുടെ ചേട്ടനോ അനിയനോ ആരോ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. മറൈനിലെന്തോ ആയിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. അയാള് വിസ്മയുടെ ഓർമ്മകൾ പങ്കുവെക്കാൻ തുടങ്ങി. അന്ന് മലയാളികൾ എന്താ പറഞ്ഞത്? സ്വന്തം സഹോദരി മരിച്ചു കിടക്കുമ്പോഴാണോടാ നിന്റെ കോണത്തിലെ യൂട്യൂബ് ചാനൽ എന്നാണ് പറഞ്ഞത്. ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മനാഫ് എന്താണ്, സ്വന്തം അനിയനെ പോലെ കാണുന്ന ഒരാൾ അവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ, അതായത് ജോണേട്ടൻ ഇവിടെ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ ഇവിടെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഹലോ ഗായ്സ് എന്റെ സഹോദരൻ മരിച്ചു കിടക്കും എന്ന് പറയുന്നതിന് തുല്യമാണിത്. അതെനിക്ക് വിശ്വസിക്കാൻ, എനിക്ക് ടു ബി ഫ്രാങ്ക് എന്റെ നിലപാടിൽ ഞാൻ ഒട്ടും മാറില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തിറക്കുന്നുണ്ടല്ലോ. മാധ്യമപ്രവർത്തകനാണ് തുടങ്ങിയത്. ആ മാധ്യമപ്രവർത്തകൻ ഏത് മാധ്യമ നമ്പറും സുഡാപ്പി മാധ്യമപ്രവർത്തകനാണ്. അവൻ ഏത് മാധ്യമപ്രവർത്തകനാണ്? യൂട്യൂബ് ചാനൽ പേരിട്ടത് പോലും ആ മാധ്യമപ്രവർത്തകൻ. ഇവൻ പണ്ട് ഏതോ ഒരു ചാനൽ നടത്തിയിട്ടുണ്ട്. ഇവനാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ മാധ്യമപ്രവർത്തകനാണ് മറ്റേ അസ്ത്രം ഗഫൂറിനെ കൊണ്ടുവന്നിട്ട് മറ്റേ പൗരത്വ നിയമ ഭേദഗതി സമയത്ത് ഇവന്മാരെല്ലാം പോപ്പുലർ ഫണ്ട് പാലൂട്ടി വളർത്തുന്നവന്മാരാണെന്ന് എന്റെ ബലമായിട്ടുള്ള സംശയവും ആരോപണവും. പോപ്പുലർ ഫണ്ട് കാരണം ആ സമയത്ത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് നമ്മൾ അസ്ത്രങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചേക്കുകയാണ്. ഇനി ഏത് അസ്ത്രം ഏത് സമയത്ത് തൊടുക്കണം എന്ന് നമ്മുടെ ചിന്തിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് അസ്ത്രം ഗഫൂർ, പോപ്പുലർ ഫണ്ട് മറ്റേ അയാളുടെ പേരെന്തോ, നമ്മുടെ ഗഫൂർക്ക് ഉണ്ടല്ലോ, അയാളുടെ പേര് ഫുൾ നെയിം മറന്നുപോയി. അസ്ത്രം ഗഫൂർ എന്ന് വിളിച്ച് ആ പേരായിപ്പോയി. അയാളെ കൊണ്ട് പറയിച്ച യൂട്യൂബ് ചാനലിലെ കക്ഷിയാണ് ഈ പുള്ളിക്കാരനെ വെച്ചിട്ടാണ് ഇയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്നിട്ട് ഇന്ന് ഇയാൾ വന്ന് മാപ്പ് പറയുന്നുണ്ട്. കാരണം ഇയാൾക്കെതിരെ ഇന്ന് കേസെടുത്തു. ഇന്ന് കേരള പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. ആ കേസെടുത്ത പശ്ചാത്തലത്തിൽ ഇയാൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് വന്ന് പറയുകയാണ് അർജുന്റെ കുടുംബത്തിന് നേരെ ആക്രമണം ആരും നടത്തില്ലെന്ന്. ആരെ ആക്രമണം നടത്തുന്ന അർജുന്റെ കുടുംബത്തിന് നേരെ? അവരുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ വെരി ക്ലിയർ അല്ലേ? അവർ പറയുന്നത് എന്താണ്? ഒരു വിഷയം കഴിഞ്ഞു, അത് ശേഷവും നിങ്ങൾ പറയല്ലേ, ഞങ്ങളുടെ പ്രൈവസിയെ അത് ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അർജുന് 75,000 രൂപ സാലറി ഉണ്ടെന്ന് ഇയാൾ പറഞ്ഞപ്പോ നാട്ടുകാരെന്താ പറയുന്നത്? അപ്പൊ ആ ചെറുക്കനാണ് ഇവരെ തെറി വിളിക്കുന്നു. ഇപ്പോ ഈ സുഡാപ്പികളൊക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം അർജുനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അർജുനോടും അർജുന്റെ ഭാര്യയോടും ഒക്കെ ഭയങ്കര സ്നേഹം കാണിച്ചിരുന്ന സുഡാപ്പികള് ഇപ്പൊ പറയുന്നത്, അർജുന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണ്, അവളാണെങ്കിൽ സ്വന്തം ഭർത്താവ് മരിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് കയറി എന്നാണ് പറയുന്നത്. സർക്കാർ ജോലി കൊടുക്കുമ്പോൾ ജോലിക്ക് കയറണ്ടേ? അല്ല, ഇവരെയൊക്കെ വിചാരം ഉണ്ടല്ലോ, ഇവരൊക്കെ ഈ നവീന ശിലായുഗത്തിൽ നിന്ന് ഇത് കിട്ടാത്ത ആൾക്കാരാണ്. ഇവരുടെ വിചാരം സ്വന്തം ഭർത്താവ് മരിക്കുമ്പോൾ കൂടെ ചാടി സതി ആചരിക്കണമെന്ന് ഇവരുടെ വിചാരം. അതാണ് തോന്നുന്നത്. ആ പെൺകുട്ടിക്ക് ഒരു ജോലി ലഭിച്ചു, ഭാവി സർക്കാർ നോക്കുന്നത്. പിന്നെ അത് പിന്നെ അർജുന്റെ അളിയനായിട്ടുള്ള വ്യക്തി ഒരു സംഘപരിവാർ അനുകൂലിയാണ് എന്നൊക്കെയാണ് ഇവരുടെ ആരോപണം എന്ന് പറയുന്നത്. അത് പറഞ്ഞ് എൻ്റെ ഒരു ബലമായിട്ടുള്ള സംശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ എല്ലാവർക്കും ഒരു വൈകാരികമായിട്ടുള്ള വിഷയം വരുമ്പോൾ വാരിക്കോരി തരുന്ന ആൾക്കാരാണ്, ഇല്ലേ?
വൈകാരികമായിട്ടുള്ള വിഷയം വരുമ്പോൾ എല്ലാവർക്കും മലയാളികൾ വാരിക്കോരി ഫണ്ട് പിരിക്കുക. നമുക്കറിയാം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ തന്നെ ഒരു ആൾക്ക് വേണ്ടി 30 കോടിയോ 35 കോടിയോ ഗൾഫിൽ കിടക്കുന്ന ഒരാളെ പിരിച്ചു. പിന്നെ അതിന് മുമ്പ് ഒരു 18 വയസ്സ് അല്ല ഒരു കൊച്ചുകുട്ടിക്ക് 18 കോടി രൂപ സ്പൈനൽ കോഡിന് എന്തോ വിഷയമുണ്ട്, എഴുന്നേറ്റ് നടക്കാനായിട്ട് നമ്മൾ അപ്പോൾ കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഇതിനകത്ത് മനാഫ് കണ്ടിരുന്നു. അങ്ങനെ ഒരു സാധ്യത കണ്ടുകൊണ്ടാണ് ഇയാൾ മുന്നോട്ട് പോയതെന്നാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇയാളുടെ പേരിൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടതിനുള്ളൊരു കേസുണ്ട്. പോരാത്തതിന് കമ്മീഷണർ ടി നാരായണൻ അർജുന്റെ സഹോദരി അഞ്ജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. പോരാത്തതിന് സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സന്ദേശങ്ങൾ പൊതുവിടത്തിൽ പങ്കുവയ്ക്കൽ, ആ ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സാമൂഹിക സ്പർദ്ധ വളർത്തുന്ന തരത്തിൽ അയാൾ എന്തോ പങ്കുവെച്ചത്? സാമൂഹിക സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അയാൾ പല കാര്യങ്ങളും എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അയാൾ പറയുന്ന പല കാര്യങ്ങളും പച്ച കള്ളമാണല്ലോ. അയാൾ എന്തോരം കാര്യം ഞാൻ പറയട്ടെ, അയാൾ യൂട്യൂബ് കൂടി പറയുമ്പോഴല്ലേ വർഗീയ ചായ്വോടുകൂടി പറയുകയാണെങ്കിലല്ലേ അതിനകത്ത് സാമുദായിക സ്പർദ്ധ എന്നുള്ളത് വരുന്നുള്ളൂ. ഇയാൾ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഏത് രീതിയിലാണ് അത് വളച്ചൊടിക്കുന്നതെന്ന് അറിയാലോ. അല്ല, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇയാൾ മാത്രമല്ല, മനാഫിന് മുമ്പ് ഒരു സവാദ് വന്നിരുന്നു. ആ സവാദിനും സുഡാപ്പികളുടെ അകമഴിഞ്ഞ സപ്പോർട്ടാണ് കിട്ടിയത്. അതായത് ഇവർക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുടെ പറയുന്ന കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും യുവന്മാർക്ക് കിട്ടുന്ന സപ്പോർട്ട് അതിഭീകരമാണ് എന്നുള്ളതാണ്. അതായത് അർജുന്റെ ഫാമിലി പറയുന്ന കാര്യങ്ങൾ ന്യായമായിട്ടുള്ള കാര്യമാണ്, ഇയാൾ പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തെളിഞ്ഞു. ഇയാൾ തന്നെ പറഞ്ഞു 75,000 രൂപ ഇയാൾക്ക് സാലറി കൊടുക്കുന്നുണ്ട്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അയാൾക്ക് പറഞ്ഞു നിൽക്കാൻ അറിയാവുന്നതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടിക്കൊള്ളണം. അങ്ങനെ എങ്ങനെ കിട്ടും? അതാണ് അത് മണ്ടത്തരമാണ്. അങ്ങനെയൊന്നും ഇൻഷുറൻസ് കൊടുക്കാൻ ഇവിടെ ഒരു വകുപ്പുമില്ല, ഒരു സ്ഥലത്ത് ഒരു വകുപ്പുമില്ല എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഇയാൾ പറഞ്ഞ കാര്യം, അർജുന്റെ വണ്ടി എൻ്റെ വീട്ടിൽ ഞാൻ എടുത്ത് അകത്ത് വെച്ചിരിക്കുകയാണ്, അർജുന്റെ വണ്ടി അകത്ത് വെച്ചിരിക്കുകയാണ്. പോരാത്തതിന് എൻ്റെ വണ്ടി ഇന്നോവ പുറത്താണ് കിടക്കുന്നത്. അത് ആക്ച്വലി അർജുൻ തന്നെ പൈസ കൊടുത്ത് നന്നാക്കി ഇയാളുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പോയ വണ്ടിയാണ്. ഇയാൾ അതെടുത്ത് ഞാനാണ് അത് ചെയ്തതെന്നുള്ള രീതിയിലാക്കി മാറ്റി. മനസ്സിലായി? അപ്പൊ ഇയാൾക്ക് ഫെയിം വേണം, ഇയാൾക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചേവായൂർ ഇൻസ്പെക്ടർ എസ് സജീവിന്റെ നേതൃത്വത്തിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഇയാൾ ചില യൂട്യൂബ് ചാനലുകളിൽ പോയിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പോയിട്ട് പറഞ്ഞ പല കാര്യങ്ങളും സാമുദായിക മതസ്പർദ്ധ വളർത്തുന്നതും കലാപം സൃഷ്ടിക്കാൻ ഉതകുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇയാൾ പറഞ്ഞതായി ഇയാളുടെ കൂട്ടുപിടിച്ച് വേറെ പല ആൾക്കാരും ഇതിന്റെ പിറകിൽ നിൽപ്പുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും അർജുന് ഫാമിലിയോട് ഇയാൾ മാപ്പ് പറഞ്ഞു. ഇനി ആ ഫാമിലിക്ക് ഈ വിവാദം ഇതാണ് അവസാനത്തെ. ഇയാൾ മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ വിവാദം ഇവിടെ അവസാനിക്കട്ടെ എന്നും ഇയാൾ പറഞ്ഞ് സംഭവം തടി തപ്പാനായിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഭാവിയിൽ എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. വിവാദം അവസാനിക്കട്ടെ. ജോണേട്ടൻ രക്ഷപ്പെട്ടെ.